ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ എന്തിനെ കുറിച്ചാണ് വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇട്ടോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബോച്ചേറ്റിയെ കുറിച്ചല്ലേ. ബോച്ചേറ്റി എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ബോച്ചേറ്റി എന്ന് അറിയണം അല്ലെ. ബോച്ചേറ്റി എന്ന് പറയുന്നത് ഒരു തേയിലപ്പൊടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ തേയിലപ്പൊടിക്കകത്ത് ഒരു കൂപ്പൺ ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ശരിയാണല്ലോ. അപ്പൊ അറിയാത്ത ആൾക്കാർക്കൊക്കെ പരിചയപ്പെടുത്താം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ബോച്ചെ നമുക്ക് എത്തിച്ചു തന്ന ഒരു സമ്മാനമാണ് ബോച്ചേറ്റി എന്ന് പറയുന്നത്. അത് എല്ലാവരിലേക്കും ഗുണകരമാക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബോച്ചേറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാരും ആരൊക്കെ എടുക്കുന്നോ അവർക്കൊക്കെ അതിനുള്ള ഒരു ഫലം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ ഫുൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും എന്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന എല്ലാവർക്കും എന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് പറ്റിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർ വിഷമങ്ങൾ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പൊ ആരും സങ്കടപ്പെടേണ്ട, പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പം ദയവ് ചെയ്ത് ആരും എനിക്ക് കോൾ ചെയ്യരുത്, മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ഇടുക. മാഷാ അല്ലാഹ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ ബോച്ചേറ്റി എന്ന് പറയുന്ന ഈ ഒരു സാധനം. എന്റെ കയ്യിൽ മിക്ക ആളുകളും വാങ്ങിച്ചിട്ടുള്ളതല്ലേ. ദിവസം ഒരു 10,000 അതിന് മേളിലൊരു മെസ്സേജ് എനിക്ക് വരാറുള്ളതാണ്. മാഷാ അല്ലാഹ്, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് ഇന്ന് ഞാൻ നിലനിർത്തി പോകുന്നത്. എനിക്ക് ബോച്ചേറ്റി 40 രൂപയ്ക്ക് തന്നെയാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് ബോച്ചേറ്റി 40 രൂപയ്ക്ക് കിട്ടത്തില്ല. പിന്നെ മറ്റു പ്രോഡക്റ്റോട് കൂടി തന്നെയാണ് ഞാനിപ്പം ബോച്ചേറ്റി സെയിൽസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്റെ നിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ചാക്ക് കണക്കിൽ ഇപ്പോൾ മാഷാ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ് എനിക്ക് പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഞാൻ ഈ ബോച്ചേറ്റി എടുത്തേക്കുന്നതും. നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യുക. പിന്നെ 4 പേരിലേക്ക് തന്നെ കിട്ടാനായിട്ട് എന്റെ കയ്യിൽ സാധിക്കുന്നതല്ല അറിയാവുന്നതാണ്. ഞാൻ ബോച്ചേറ്റി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തതെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആദ്യം തുടക്കത്തിൽ ഞാൻ 40 രൂപയ്ക്ക് തന്നെയാണ് ബോച്ചേറ്റി കൊടുത്തിരുന്നത്. കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി തന്നെയാണ്. ഷോപ്പിൽ നിന്ന് 40 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഞാൻ നിങ്ങൾക്ക് 40 രൂപയ്ക്ക് തന്നെയാണ് ആദ്യം സെയിൽ ചെയ്തത്. ഇപ്പൊ അങ്ങനെയല്ല. മാഷാ അല്ലാഹ്, എല്ലാവരുടെയും സപ്പോർട്ട് കാരണം മാത്രമാണ് ഇങ്ങനെ എനിക്ക് ഒരു വലിയൊരു പുരോഗമനത്തിൽ എത്താനായിട്ട് സാധിച്ചത്. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ്. അപ്പൊ പ്രോഡക്റ്റോട് കൂടി തന്നെയാണ് ഞാൻ ബോച്ചേറ്റി സെയിൽ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പണ്ട് ആരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഇത്രയും വലിയ മരത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാലോ, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ബോച്ചയാണ് ഏറ്റവും വലിയ പണം കായ്ക്കുന്ന മരം എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ബോച്ചെ തേയില എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന്, ഒരു ഇലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. അപ്പം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ, തേയിലപ്പൊടിയിൽ നിന്ന് പണം കായ്ക്കുന്ന. അപ്പൊ ഈ പറഞ്ഞ പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമല്ലേ. പണം കായ്ക്കുന്ന മരം ഉണ്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെ. അപ്പൊ കുറെ ആളുകൾക്ക് ഈ ബോച്ചയുടെ ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ടിക്കറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തവർക്ക് പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ടൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. അറിയാം എന്ന് എനിക്കറിയാം, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ വീഡിയോസ് കാണുന്നവർക്ക് വേണ്ടി, പരാതികൾ പറയാത്ത ആളുകൾക്ക് വേണ്ടി. ഇവിടെയാണ് നമ്മുടെ ലക്കി കൂപ്പൺ ഇരിക്കുന്നത്. അപ്പൊ ലക്കി കൂപ്പൺ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. പണം കായ്ക്കുന്ന ഒരു തരം മരമാണിത് അല്ലെ. അപ്പൊ കണ്ട, ബോച്ച സാറ് ഓടിക്കൊണ്ടാണ് എല്ലാവർക്കും പൈസ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളും അതിനകത്തൊരു പങ്കാളിയാവുക. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്യാമറ സ്കാൻ ചെയ്യേണ്ടത്. സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലിങ്ക് വരും. ആ ലിങ്ക് വരുമ്പോ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, പേരടിച്ചു കൊടുക്കുക, അത് ഇവിടെ കാണുന്ന ലക്കി നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മള് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്
സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്തത്? ചെറിയ പ്രൈസ് ഒക്കെ ആണെങ്കിൽ കൺഗ്രാജുലേഷൻ വിത്ത് ആ എമൗണ്ട് വരും അല്ലെ. ചെറിയ പ്രൈസ് ഒക്കെ ആണെങ്കിൽ. വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ, വലിയ എമൗണ്ട് മീൻസ് 10 ലക്ഷം ആണെങ്കിൽ ഒന്നിലെ ബോച്ചെ ഡയറക്റ്റ് നമ്മളെ വിളിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബോച്ചെ ആക്ടേഴ്സിനെ കൊണ്ട് മറ്റും ആൾക്കാരെ കൊണ്ട് നമ്മളെ ഡയറക്റ്റ് കോൾ ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പേരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ ഒരു ലക്കി കൂപ്പൺ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക തന്നെ ചെയ്യുക. അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് ഇട്ടേക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം ഒരുപാട് പേരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്. അദ്ദേഹം പലരും പറയുന്നുണ്ട് ബിസിനസിന് വേണ്ടി അടുത്ത പ്ലാൻ കണ്ടെത്തിയിരിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് ഹെൽപ്പായ ഒരു സാധനമാണല്ലോ ഈ ബോച്ചേറ്റി എന്ന് പറയുന്ന ലക്കി ഡ്ര. ഒരുപാട് കുടുംബത്തിന് സഹായമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഈ ഒരു ബോച്ചേറ്റി. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ കുത്തി നോവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കേൾക്കുമ്പോ നമുക്കൊക്കെ ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്റെ അടുത്ത് തന്നെ ഡയറക്റ്റ് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹം ബിസിനസ്സിന് വേണ്ടി ട്രിക്ക് കണ്ടെത്തിയിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നത്? അദ്ദേഹം പച്ചയായ നല്ലൊരു മനുഷ്യനാണ്. അതായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത്. ഇത്രയൊക്കെ തെളിവുകൾ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടും റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പച്ചയായിട്ട് ഇറക്കിക്കൊണ്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ പടച്ചവൻ അദ്ദേഹത്തിന് കൊടുത്തൊരു കഴിവാണ്. ജനങ്ങളിലേക്ക് നിഷ്പ്രയാസം ഇറങ്ങിച്ചെന്ന് തെണ്ടൽ പരിപാടിയിലൂടെയാണ് അദ്ദേഹം റഹീം എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഉമ്മായിക്ക് കൊണ്ട് എത്തിച്ചു. നമ്മൾ ആരെങ്കിലും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാവുമോ? ഉണ്ടാകത്തൊന്നുമില്ല. അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹം 1 കോടി ഇറക്കി വെച്ചിട്ട് അദ്ദേഹം നേടിയെടുത്തത് എന്തുവാ? കുറ്റങ്ങള്, പരാതികളാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട? ഒരു പ്രശ്നവും ഇല്ല. അതാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ പകുതി ശതമാനം ആളുകൾക്കും ഗുണകരം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യം. അത്രയ്ക്ക് നല്ല ഒരു പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് നല്ലതാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും. എപ്പോഴാണേലും അദ്ദേഹം ഇത് തുടർന്ന് പ്രവർത്തിക്കും എന്നതിനുള്ള ഒരുപാട് കാരണമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പുകൾ. പിന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ടവർക്ക് എന്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഞാൻ 40 രൂപയ്ക്കല്ല ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം. മറ്റൊന്നുമല്ല, ഫസ്റ്റ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത ബോച്ചെ സാറ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് എനിക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു ബോച്ചയുടെ ഷോപ്പിലുള്ള. അദ്ദേഹം എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. ഈ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം എനിക്ക് ആ ഒരു വീഡിയോ ഇട്ട് തന്നത്. ഓർഡർ കിട്ടുവാണെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. ബോച്ചെ സാറ് ബോച്ചെറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്തു. അന്ന് തൊട്ട് ഞാനും അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിന്നും ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് ഫ്രാഞ്ചൈസി ഇടുന്നതിനേക്കാൾ മുമ്പ് ഞാനാണ് ബോച്ചെറ്റി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെയാണ് ഫസ്റ്റിലെ പോയി മാർക്കറ്റിംഗ് പോയി പ്രോഡക്റ്റ് എടുത്തോണ്ട് വന്നതെന്ന് നിങ്ങൾക്കും അറിയാം, എന്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ടൈം തൊട്ട് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ തുടക്കത്തിലെ 40 രൂപയ്ക്ക് തന്നെയായിരുന്നു പ്രോഡക്റ്റ് കൊടുത്തിരുന്നത്. പിന്നീട് കുറെ നാളത്തേക്ക് ഞാൻ 40 രൂപയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി 40 രൂപയ്ക്ക് ഞാൻ ചെയ്തിട്ട് എന്തെടുക്കാനാ, എനിക്ക് ഇതിനകത്ത് 1 രൂപ പോലും ലാഭം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോ ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നാകും. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്തിനാ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന. എല്ലാവർക്കും ബോച്ചെറ്റി ആവശ്യമുള്ള കസ്റ്റമർ തന്നെയാണ്. ഇതിനകത്ത് ലക്കി കൂപ്പൺ എന്താണെന്ന് അറിയുന്നത് വരെയും ആ 40 രൂപയ്ക്ക് തന്നെയാണ് ബോച്ചെറ്റി ഒരുവിധം തിരിച്ചറിയുന്നത് വരെ ഞാൻ ആ പ്രോഡക്റ്റ് 40 രൂപയ്ക്ക് തന്നെയാണ് സെയിൽ ചെയ്തത്.
അപ്പം ബോച്ചേറ്റി എന്താണെന്ന് സത്യമായിട്ട് ഞാനും മനസ്സിലാക്കി തുടങ്ങിയത് അന്നേരമാണ്. ഈ ഒരു സാധനം എല്ലാവരിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങിക്കും എന്നുള്ള ഒരു ഉത്ബോധം വന്നു തുടങ്ങിയത് അന്നേരമാണ്. സത്യത്തിൽ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയൊക്കെ ഒന്ന് വൈറലാകാൻ വേണ്ടി ചെയ്തതാണ്. അവിടുന്നും ഷോപ്പിൽ നിന്നും അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പ്രോഡക്റ്റ് കൂടുതലായിട്ട് തന്നത് എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്തായാലും മാക്സിമം ഏറ്റവും കൂടുതൽ ആൾക്കാര് എന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, മെസ്സേജ് മാത്രം അയക്കുക. കോള് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കത്തില്ല. മെസ്സേജ് വരുന്നത് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിലാണ്, കോള് വരുന്നത് വേറെ ഫോണിലാണ്. അത് സൈലന്റ് ആക്കി ഞാൻ മാറ്റി ഇട്ടേക്കുവാണ്. ഞാൻ കോളുകൾ നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോളുകള് മനഃപൂർവ്വം എടുക്കാത്തല്ല, സംസാരിക്കാനായിട്ട് നമുക്ക് എല്ലാവരോടും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെയല്ല, ഇത്രയും പ്രോഡക്റ്റ് നമ്മൾ ഇറക്കി ഇട്ടേക്കുന്ന ഒരു 10,000 പീസ് സാധനം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, കുറച്ച് റൂമിൽ ഇരിപ്പുണ്ട്. അപ്പം അത്രയും സാധനങ്ങള് എന്റെ കയ്യിൽ ഇറക്കണമെങ്കിൽ അത്രയും കോളുകൾ വരുന്നത് കൊണ്ട് മാത്രമല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് മനസ്സിലാക്കുക, ജാടയുള്ളത് കൊണ്ടൊന്നും അല്ല, പെട്ടെന്ന് റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും ഇപ്പൊ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, മറ്റു പ്രോഡക്റ്റോടുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ബോച്ചേറ്റി സെയിൽ ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. കാരണം നമുക്ക് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് നിങ്ങളെപ്പോലെ തന്നെ ഒരു ആളാണ് ഞാനും. എന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അപ്പം ചെറിയ രീതിയിലൊക്കെ മാഷാ അല്ലാഹ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ തന്നെ മാഷാ അല്ലാഹ് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു എന്ന് കേൾക്കുമ്പം അതിലേറെ സന്തോഷമാവുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, പിന്നെ എനിക്ക് 40 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. എനിക്കും ആഗ്രഹമുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് ഞാൻ 40 രൂപയ്ക്ക് തരുമായിരിക്കാം. തുടക്കത്തിൽ ഞാൻ 40 രൂപയ്ക്കാണ് കൊടുത്തത്. പക്ഷെ ഇനി അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തിരിക്കും. പിന്നെ എന്റെ കസ്റ്റമേഴ്സ് എല്ലാരും പറയുന്നത്, ഓൺലൈൻ വഴി പൈസ ഒരുപാട് പോയിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. വളരെ താങ്ക്സ്, ജസാക്കല്ലാഹു ഖൈർ. എല്ലാവർക്കും പഠിച്ചവൻ എല്ലാ രീതിയിലും എല്ലാവർക്കും നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീണ്ടും വീണ്ടും എല്ലാവരും ഓർഡർ ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയും എന്റെ മേലിൽ ഉണ്ടാവണം, എന്റെ കുടുംബത്തിന്റെ മേലും. നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നല്ലൊരു അനുഗ്രഹം തന്നെ തരട്ടെ. ഇതിലൂടെ എല്ലാവരും ഈ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ തന്നെ മാഷാ അല്ലാഹ് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു എന്ന് കേൾക്കുമ്പം അതിലേറെ സന്തോഷമാവുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, പിന്നെ എനിക്ക് 40 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. എനിക്കും ആഗ്രഹമുണ്ട്, എന്നെങ്കിലും നിങ്ങൾക്ക് ഞാൻ 40 രൂപയ്ക്ക് തരുമായിരിക്കാം. തുടക്കത്തിൽ ഞാൻ 40 രൂപയ്ക്കാണ് കൊടുത്തത്. പക്ഷെ ഇനി അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തിരിക്കും. പിന്നെ എന്റെ കസ്റ്റമേഴ്സ് എല്ലാരും പറയുന്നത്, ഓൺലൈൻ വഴി പൈസ ഒരുപാട് പോയിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. വളരെ താങ്ക്സ്, ജസാക്കല്ലാഹു ഖൈർ. എല്ലാവർക്കും പഠിച്ചവൻ എല്ലാ രീതിയിലും എല്ലാവർക്കും നന്മകൾ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വീണ്ടും വീണ്ടും എല്ലാവരും ഓർഡർ ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയും എന്റെ മേലിൽ ഉണ്ടാവണം, എന്റെ കുടുംബത്തിന്റെ മേലും. നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു നല്ലൊരു അനുഗ്രഹം തന്നെ തരട്ടെ. ഇതിലൂടെ എല്ലാവരും